എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സകല സ്തുതികൾക്കും അർഹനും മഹോന്നതനുമായ കർത്താവേ, നിനക്ക് സ്തുതി. സൃഷ്ടികളുള്ള സുഹൃത്തുക്കൾ അവന് ആവശ്യമില്ല, എങ്കിലും സ്വയം ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി ശ്രോതന്മാർ അവനെ സ്തുതിക്കുന്നു. അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി കൃപകൾ അവനെ വാഴ്ത്തുന്നു. നിർമ്മലരാകുവാൻ വേണ്ടി മാലോകമാർ അവനെ പുകഴ്ത്തുന്നു. മഹത്വം പ്രാപിക്കുവാനായി സ്തുതിഗായകന്മാർ അവനെ മഹത്വപ്പെടുത്തുന്നു. മനുഷ്യർക്ക് പാപപരിഹാരം നൽകുവാൻ വേണ്ടി അവരുടെ കാഴ്ചകളും സ്തുതികളും പരിശുദ്ധനായവൻ കൃപയോടെ സ്വീകരിക്കുന്നു. ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളായി സ്നോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനം ആരാധനയും അവന് യോഗ്യമാകുന്നു. പരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും ഓർക്കാത്തവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാദ്രതയാ എന്റെ അസംഖ്യമായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ഈ ജനപ്പെടുവന്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനേ ദയതോതി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങൾ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയ ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പരിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ നീ തളിക്കണമേ. കർത്താവേ, മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരങ്ങളുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിനായി നീ എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും നീ കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. അപ്പാ, നിന്റെ കാരുണ്യത്താ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരമായ ക്രൈസ്തവ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയമുള്ള നല്ല അന്ത്യത്തിന് പാപികളായി ഞങ്ങളെല്ലാവരെയും നീ അർഹരാക്കി തീർക്കണമേ. ഓശോ വബകുല സുബാനവൽമീൻ. കർത്താവേ, സൗഭാഗ്യാവസ്ഥയിൽ നിന്ന് ഞങ്ങൾ സ്വയം അകലുകയും നിന്റെ ഭവനത്തിന്റെ അവകാശത്തിൽ നല്ലരായിത്തീരുകയും നിന്റെ സന്നിധിയുള്ള ആനന്ദത്തിൽ നിന്ന് വിനുദരസ്ഥനായിത്തീരുകയും ദുഷ്ടന് കൂട്ടാളികളായി തീരുകയും ചെയ്ത ഞങ്ങളുടെ പക്കലേക്ക് മഹോന്നതനായി നീ കരുണാപൂർവ്വം സ്വയം താഴ്ത്തിയിറങ്ങി വന്നു. ദൈവമേ, നീ മനുഷ്യാവതാരം ചെയ്ത് പാപമൊഴികെ മറ്റെല്ലാത്തിലും ഞങ്ങളെ പോലെയായിത്തീർന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി തീർന്ന നീ പീഡകൾ സഹിച്ചും കുരിശുമരണം വരച്ച് ഞങ്ങൾക്ക് നീ സ്വാതന്ത്ര്യം നൽകി. കർത്താവേ, നീ ദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും നിന്റെ ദൈവിക നൽവരങ്ങളുടെ മേൽ ഞങ്ങൾക്ക് അധികാരം നൽകുകയും ചെയ്തു. എന്റെ കർത്താവേ,
നിന്റെ തിരുശരീരത്താൽ ഞങ്ങളെ പോഷിപ്പിക്കുകയും വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ നീ ആനന്ദിപ്പിക്കുകയും ചെയ്തു. നിന്റെ ശ്രേഷ്ഠമായ ദാനങ്ങളെ പ്രതി കാരുണ്യവാനായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും ദയാപരനായ നിന്നെ ഞങ്ങൾ പ്രകീർത്തിക്കുകയും കൃപാലുവായ നിന്നെ വന്ദിക്കുകയും മനുഷ്യസ്നേഹിയായ നിന്നെ പുകഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ നന്മയെ ഞങ്ങൾ വർണ്ണിക്കുകയും നീ പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുതങ്ങളെ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ മദ്ബഹായുടെ മുൻപാകെ നിന്നുകൊണ്ട് ദിവ്യമായി ബലികൾ കൽപ്പിക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ, കരുണയോടെ ഞങ്ങളെ വീക്ഷിക്കണമേ. ദയാപൂർവം ഞങ്ങളെ നീ വെളിപ്പാക്കണമേ. നിന്റെ കൂദാശകളാ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധ രൂഹ ഞങ്ങളെ വെണ്ണയുള്ളവരാക്കി തീർക്കണമേ. നിന്റെ ക്ഷാളനത്താ ഞങ്ങളെ നിർമ്മലരാക്കണമേ. നിന്റെ സോഫായ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. സകലവിധമായ ദുഷ്ടതകളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും സകലവിധമായ സുഹൃത്തുക്കളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് നിനക്ക് വെളുപ്പും വിശുദ്ധിയുമുള്ള ആലയങ്ങളായി തീരുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. എന്റെ കർത്താവേ, നിന്റെ സ്നേഹം മൂലം ഞങ്ങളുടെ ബലികൾ പൂർത്തിയാകുകയും ഞങ്ങളുടെ കാഴ്ചകളും പ്രാർത്ഥനകളും കൃപയോടെ അംഗീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, രോഗികൾക്ക് നീ സൗഖ്യം നൽകണമേ. പീഡിതർക്ക് സ്വസ്ഥതയും ക്ലേശിതർക്ക് ആശ്വാസവും പാപികൾക്ക് മോചനവും സത്യവിശ്വാസത്തോടെ മരിച്ചുപോയവർക്ക് നല്ല ഓർമ്മയും തിരുസന്നിധിയിൽ നീ അയച്ചു തരണമേ. ഞങ്ങൾ നിനക്കും വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ചതുമായ നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വകുൽ സുബാൻ